ഹായ് ഫ്രണ്ട്സ്, ഒരു മാസത്തോളമായി നമ്മുടെ അർജുൻ എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ ആ ലോറിക്കടിയിൽ അല്ലെങ്കിൽ ആ ഒരു മണ്ണിനടിയിലോ എന്തോ ആ വെള്ളത്തിനടിയിലോ ഒക്കെ പൂഴ്ന്നു കിടന്നിട്ട് ഇന്നേക്ക് ഒരു മാസമായി അല്ലേ. ഒരു മാസം നമ്മൾ ഇത്രയും നാളായിട്ട് അർജുനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ എന്ന് വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അല്ലെങ്കിൽ സങ്കടത്തോടു കൂടി അർജുൻ എന്താണ് പറ്റിയത്, അല്ലെങ്കിൽ എവിടെയാണ് അർജുനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു വിവരം, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ മതി എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും അല്ലേ. ഒരു പ്രാവശ്യം പോലും അർജുനെ കണ്ടിട്ടോ അല്ലെങ്കിൽ അർജുൻ ആരാണ്, ഇന്നേ വരെ ആ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിട്ട് പോലും, ഇത്രയും നാളുണ്ടായിട്ട് പോലും നമ്മൾ അർജുനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു സംഭവം, അർജുൻ എന്നൊരു വ്യക്തി ആ ഒരു ഉരുൾപൊട്ടലിൽ അകപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലൊരു വ്യക്തിയെ പോലെയാണ് അർജുനെ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. നമ്മൾ അർജുനെ പറ്റിയിട്ട് നമ്മൾ ഓരോ മലയാളികളും അർജുനെ പറ്റിയിട്ട് അന്വേഷിക്കുകയും അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ ഓരോ മലയാളികളും. അപ്പം നമ്മളെല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയിട്ടാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ വയനാടുണ്ടായ ഉരുൾപൊട്ടലുണ്ടായത്. അപ്പം എല്ലാതും കൂടിയിട്ട് നമ്മൾ ആകെ ഒരു സങ്കടത്തിലിരിക്കുന്ന ടൈമിൽ നമ്മുടെ അർജുനെ പറ്റിയിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഒരു തരത്തിലുള്ള വിവരവും കിട്ടിയിട്ടില്ല. അതിനിടയിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കർണാടക സർക്കാർ പൂർണ്ണമായിട്ടും നമ്മുടെ അർജുനെ കൈവിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മനാഫ് ഖാൻ്റെ ഒരു വോയിസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ മനാഫൊക്കെ പറയുന്നുണ്ട്, ഇനി അർജുനെ അവർ തിരയില്ല, പൂർണ്ണമായിട്ടും അവർ അർജുനെ കൈവിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നടപടിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. കാരണം ഇപ്പോൾ ശിരൂരിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല, വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മൾ അർജുനെ അന്വേഷിക്കാനോ വെള്ളത്തിനടിയിൽ ഇറങ്ങാനോ ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നമ്മൾ പൂർണ്ണമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അർജുന് അർജുൻ്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായമായിട്ട് നൽകുക. അതായത് അർജുനെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം, അവന് വേണ്ടിയുള്ള തെരച്ചിൽ നമ്മൾ പൂർണ്ണമായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ അവൻ്റെ കുടുംബത്തിന് വേണ്ടി നൽകുക എന്നാണ് ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം. എന്തെങ്കിലും നമുക്ക് അവൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സാമ്പത്തിക സഹായം എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇത് സ്റ്റോപ്പ് ചെയ്താൽ തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ചെയ്യില്ലായിരുന്നു. നമ്മളുടെ വണ്ടി അർജുനെയും കിട്ടിയിട്ട് അർജുനെ കിട്ടുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താല് തരാം. അത് നടക്കുവോ? എന്താ പേക്കാനെ വിളിക്കാൻ ഒരു കാരണമില്ലാണ്ടൊക്കെ വിളിച്ചില്ലല്ലോ. നാളെ ബോഡി കിട്ടണം. അതന്നെ. അപ്പൊ നാളെ ബോഡി കിട്ടണോ, അല്ലാതെ സ്റ്റോപ്പ് ചെയ്യില്ലാന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ കർണാടകയിലാണുള്ളത്. അവിടെയാണെന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു നിങ്ങളുടെ അഞ്ചനൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലക്കാ കർണാടക സർക്കാർ എന്തെങ്കിലും സാമ്പത്തികം സഹായിക്കാന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് സ്റ്റോപ്പ് ചെയ്യാൻ എഴുതി കൊടുത്തു കഴിഞ്ഞാല് 5 ലക്ഷം ഉറപ്പ് തരും. കേട്ടില്ലേ, ഇപ്പൊ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ അർജുനെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം, അപ്പോൾ അവർ 5 ലക്ഷം രൂപ നമ്മുടെ കുടുംബത്തിന് തരും. പക്ഷെ നമുക്ക് ആ ഒരു 5 ലക്ഷം രൂപയല്ല വേണ്ടിയതില്ലേ. നമ്മുടെ അർജുൻ എന്താണ് പറ്റിയത്, ആ ഒരു സഹോദരന് ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങിയോ, എന്തായാലും അവൻ എന്താണ് പറ്റിയത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരം കിട്ടിയല്ലാതെ നമ്മളാരും തന്നെ ഇതിൽ നിന്ന് പിന്മാറില്ല. ആ ഒരു മനാഫുക്കയും അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അർജുന് ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കില്ല. അർജുൻ എന്താണ് എന്ന് പറ്റുന്നത് വരെ, അവസാനം വരെ അവനെ തെരയണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോ മലയാളികളുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. അർജുന്റെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. കാരണം ഇത് പറയുന്നത് ഇത് എന്റെ വേദന. ഞാനൊരു ഡ്രൈവറാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 90% വാഹനം ഓടിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ തീർക്കുന്നത്. എൻ്റെ ഭാര്യൻ്റെ അടുത്ത് കിടക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ കിടക്കുന്നത് ലോറിയുടെ ഉള്ളിലാണ്. കാരണം ഒരു മനുഷ്യന്റെ വികാരമാണ് ഈ പറയുന്നത്. എൻ്റെ മക്കളുടെ കൊഞ്ചിനെക്കാട്ടും കൂടുതൽ ഞാൻ കൊഞ്ചുന്നത് ആ സ്റ്റിയറിങ്ങിനെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അർജുൻ എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തനം കാണാനില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ തന്ന കേസ് പിൻവലിക്ക്, ഞങ്ങൾ 5 ലക്ഷം രൂപ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കൊടുക്കാം. ഈ കേസ് പിൻവലിക്ക്. വാഹനം കണ്ടെത്തിയിട്ടില്ല, ആ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ഞങ്ങൾ തരാം, അതിന് വേണ്ട പേപ്പറുകൾ ഞങ്ങൾ തരാം, നിങ്ങൾ കേസ് പിൻവലിക്കുക എന്ന് പറഞ്ഞ് കർണാടക സർക്കാർ ഈ ഓണറിനെ വിളിച്ചിട്ട് പുഷ് ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് നമ്മളിവിടെ വിലയിരുത്തേണ്ടത്. അദ്ദേഹം ഒരു മനുഷ്യനാണ്. പറയുന്നത് ഈ സഹപ്രവർത്തകന്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സങ്കടം തോന്നില്ലേ. അവർ പറയുന്ന ഒരു കാര്യം അത്രയും മനസ്സിൽ തട്ടിക്കൊണ്ടാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിട്ടുള്ളത് ഈ ലോറിക്കൊപ്പമാണ്. അത് അവർക്ക് ഇല്ലായിട്ടല്ലേ, അവരുടെ കുടുംബത്തിൻ്റെ ഒപ്പം അവരുടെ കുട്ടികളുടെ ഒപ്പം ജീവിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനോ അവർക്ക് ആഗ്രഹമില്ലായിട്ടല്ല. പക്ഷെ അവരുടെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ അവർ ഈ ഒരു ജോലി ചെയ്യുക തന്നെ വേണം. അതുകൊണ്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ട് അവർ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചവരാണ് ഓരോരുത്തരും. ഓരോ ജോലി ചെയ്യുന്ന ആളുകളും ഡ്രൈവർ
എന്ന് പറയുമ്പോൾ ആരെയും നമ്മൾ പുച്ഛിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ട്. അതുപോലെ തന്നെ അല്ലേ നമ്മൾ എത്രയോ ദിവസങ്ങൾ വീട്ടുകാരൊക്കെ വിട്ട് 2-3 ദിവസമൊക്കെ മാറി നിന്നിട്ടാണ് ഓരോ ഡ്രൈവർമാരും എത്തുന്നത്. അത് ഊണുമില്ല ഉറക്കമില്ല ഒക്കെ ത്യാഗം ചെയ്തിട്ടാണ് അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ ഒന്നുമല്ല നമുക്ക് പ്രധാനം. പക്ഷെ അവൻ എന്താണ് പറ്റിയത്, ആ ഒരു സഹോദരൻ എന്താണ് പറ്റിയത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയണം. അത് അറിയല്ലാതെ നമ്മൾ മലയാളികൾ ആരും ഇതിൽ നിന്ന് പിന്മാറുകയില്ല അല്ലേ. ഇനിയിപ്പോൾ അർജുന് പകരം 5 ലക്ഷം അല്ല, ഇവർ എത്ര ലക്ഷം തന്നാലും ആ ഒരു ജീവന് പകരം ഒരിക്കലും അതാവില്ല. പക്ഷെ എന്താണ് അവന് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയുക തന്നെ വേണം. അല്ലാതെ നമ്മൾ ഒരൊറ്റ മലയാളികൾ പോലും ഇതിൽ നിന്നും പിന്മാറരുത്. നമ്മുടെ മനാഫിക്കാനെ പറ്റിയിട്ട് നമുക്കറിയാം. അവർ എന്താ പറയുക, അർജുന് വേണ്ടിയിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതെ ഊണും ഉറക്കവും ഒന്നുമില്ലാതെ ആ ഒരു അർജുനന് വേണ്ടിയിട്ടുള്ള, ആ ഒരു സഹോദരന് വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിലാണ് ഇന്ന് നമ്മുടെ മനാഫിക്ക ഒരിക്കലും എത്ര തന്നെ ലക്ഷങ്ങൾ കിട്ടിയാലും ആ ലോറിക്ക് എന്താ പറയുക, മനാഫിക്കാനെ വരെ വിലക്ക് വാങ്ങാനാണ് അവർ ശ്രമിക്കുന്നത്. ലോറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഒരു കേസ് നിങ്ങൾ ഒഴിവാക്കണം, അർജുനെ തെരച്ചിൽ നിർത്തണം എന്ന്. പക്ഷെ നിങ്ങൾ ആരൊക്കെ ഇനി എത്ര ലക്ഷം തന്നാലും നമ്മൾ ഒരിക്കലും അർജുനെ മറക്കുകയില്ല, അർജുന് വേണ്ടി തെരച്ചിൽ അവസാനിപ്പിക്കുകയുമില്ല.